എൻ്റെ ഓഡിയോ ബുക്ക് കേൾക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ ലിസണേഴ്സിനും ആദ്യം തന്നെ നന്ദി പറയുകയാണ്. എൻ്റെ അവതരണത്തെ പറ്റിയിട്ടുള്ള വിമർശനങ്ങളും അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബൈ മീ എ കോഫിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. എന്നാൽ നമുക്ക് കഥയിലേക്ക് പോകാം. അപ്രതീക്ഷിതമായി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടപ്പോൾ ആകെ പരിഭ്രമിച്ചുവെന്ന് തീർച്ച. അങ്ങനെ ഒരു പതിവില്ലാത്ത കാലമായതിനാൽ ഒരു ജനറേറ്റർ കരുതുന്ന കാര്യം ആരും ഓർത്തിരുന്നില്ല. പവർ കട്ട് തുടങ്ങുന്നതിന് മുൻപുള്ള കാലവുമായിരുന്നുവല്ലോ. പാട്ടും കുരവയും പൊട്ടിച്ചിരികളും സംസാരവും ഒപ്പം നിലച്ചു. സർവവും നിശബ്ദമായി പോയ നിമിഷാർദ്ധം. തെക്കേക്കളം തറവാട്ടിൽ മാത്രമല്ല, മംഗലദേശം അപ്പാടെ ഇരുളിലാണ്ടുപോയി. കൂരിരുട്ടിൻ്റെ വൻകടൽ പോലെ മംഗലത്തെ ദേശം കിടന്നു. എന്താണ് പെട്ടെന്ന് ചെയ്യേണ്ടതെന്നുപോലും അറിയാതെ എല്ലാവരും പകച്ചു നിന്നു. മെഴുകുതിരികളോ ചിമ്മിനി വിളക്കുകളോ കൊളുത്തിയെടുക്കാൻ തന്നെ നിമിഷങ്ങൾ വേണ്ടിവന്നു. എത്രയൊക്കെ അവ കൊളുത്തി നിർത്തിയാലും വിശാലമായ തെക്കേക്കളം തറവാട്ടിലെ ഒരു ഭാഗത്തിൻ്റെയെങ്കിലും ഇരുട്ടകറ്റാൻ അവ പര്യാപ്തമാകുമായിരുന്നില്ല. വൈദ്യുതിയുടെ ആധിപത്യത്തിന് പകരം നിൽക്കാൻ മറ്റു യാതൊരു സംവിധാനങ്ങളും ഇല്ലല്ലോ. കറിക്ക് വെട്ടി തുടങ്ങിയിരുന്ന പൂമുഖപ്പന്തലിലെ ജോലിക്കാരിൽ 2 പേർ പെട്ടെന്ന് വഴുതി മാറിയത് ആരും അറിഞ്ഞില്ല. തറവാട്ടിൽ ജർമ്മൻ ക്ലോക്ക് ഒന്ന് ശബ്ദിച്ചു. സമയം 12:30. അപ്പോഴും പൂമുഖത്തുണ്ടായിരുന്ന ഗോവിന്ദമേനോൻ വല്ലാതെ അസ്വസ്ഥനായി. മീനാക്ഷിയുടെ മുറി ശ്രദ്ധിക്കാൻ പ്രത്യേകം ഏർപ്പാടുകൾ രഹസ്യമായി ചെയ്തിരുന്നു. ആ മുറിയുടെ പരിസരത്ത് അവർ ഉണ്ടായിരുന്നു താനും. എന്നിട്ടും ഏതോ നിമിഷത്തിൽ പിടലിക്ക് പിന്നിൽ കനത്ത ആഘാതമേൽക്കെ അവർ ഒന്ന് നിലവിളിക്കാൻ പോലും ആകാതെ ഇടനാഴിയിൽ കുഴഞ്ഞു വീണു. മീനാക്ഷിയുടെ വാതിൽക്കൽ മൃദുവായൊരു മുട്ടിവിളിക്കൽ. ആരോ തിരിയോ വിളക്കോ കൊണ്ടുവന്നതാകാമെന്ന് കരുതി അവൾ വാതിൽ തുറക്കുകയും ചെയ്തു. അവളുടെ മുറിയിലേക്ക് മിന്നൽ പോലെ 2 പേർ ഇടിച്ചു കയറി. ആരോ ഒരാൾ കനത്ത കൈപ്പടം കൊണ്ടവളുടെ വായ പൊത്തി. മറ്റൊരാൾ തറയിൽ നിന്ന് അവളെ ഉയർത്തി. എന്താണ് സംഭവിക്കുന്നതെന്ന് മീനാക്ഷിക്കും അറിയാതെ പോയ അവസ്ഥ. മുറിയിലാണെങ്കിൽ കണ്ണിൽ കുത്തിയാൽ അറിയാത്തത്ര ഇരുട്ടും. 15 മിനിറ്റുകൾക്കുള്ളിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. പൂമുഖത്തു നിന്ന് ഗോവിന്ദമേനോൻ നേരെ പോയത് മീനാക്ഷിയുടെ മുറിക്കു നേരെയാണ്. അവളുടെ മുറിയുടെ സമീപം ഇടനാഴിയിൽ 2 പേർ വീണുകിടക്കുന്നതു കണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം പിടഞ്ഞു. അതിലൊരാൾ കൃഷ്ണനുണ്ണി മേനോനാണ്. മറ്റേയാൾ അടുത്തൊരു ബന്ധുവും. മീനാക്ഷിയുടെ മുറി അകത്തുനിന്ന് അടഞ്ഞു തന്നെ കിടന്നിരുന്നു. സംശയകരമായി യാതൊരു ശബ്ദവും കേട്ടില്ലെന്നിരിക്കെ ആശ്വസിച്ചു തുടങ്ങിയ ആ മനസ്സിൽ അഗ്നി ആളിയതുപോലെ ഒരു വിമ്മിട്ടം. അരുതാത്തതെന്തോ സംഭവിച്ചിരിക്കുന്നുവെന്ന് തീർച്ച. അതെന്താണെന്നറിയാനുള്ള ഉത്കണ്ഠ. ഗോവിന്ദമേനോൻ മീനാക്ഷിയുടെ മുറിവാതിൽ മുട്ടി വിളിച്ചു. മോളെ, മോളെ മീനാക്ഷി! ആ ശബ്ദം കേൾക്കാൻ ഇരുന്നതുപോലെ മുറിയിൽ ലൈറ്റ് തെളിഞ്ഞു. അടുത്ത ക്ഷണം വാതിൽ തുറക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ സമയം 12:45. ഡാ ഗോവിന്ദ, നീ ആ പോലീസിനെ വിളിച്ചേ. ഞാൻ 2 പേരെ ഇവിടെ പിടിച്ചു കിടത്തിയിട്ടുണ്ട്. ഇവരെങ്ങനെയാടാ എൻ്റെ മുറിയിൽ കയറി വന്നത്? ശങ്കരമാവൻ്റെ ശബ്ദമായിരുന്നു അത്. ഉള്ളിലേക്കൊന്ന് പാളി നോക്കിയ ഗോവിന്ദമേനോൻ നടുങ്ങിപ്പോയി. മീനാക്ഷിയുടെ കട്ടിലിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ 2 പേർ. തമ്മിലും ഒറ്റയ്ക്കൊറ്റയ്ക്കും കൂട്ടിക്കെട്ടിയിരിക്കുന്ന അവരുടെ വായിൽ പുതപ്പും കുത്തിത്തിരുകിയിരുന്നു. ഇവരെൻ്റെ കുട്ടിയെ ഉപദ്രവിക്കാൻ വന്നവരാണ്. പക്ഷെ അവരെ ഞാൻ ഉപദ്രവിച്ചില്ല. അങ്ങ് കട്ടിലേക്ക് കയറ്റി കിടത്തി. ഇങ്ങോട്ട് വന്ന സാമർഥ്യം കൊണ്ടൊന്നും ഇവർക്ക് തിരിച്ചിറങ്ങാനാവില്ല. മീനാക്ഷി ചിരിച്ചു. അപ്പോഴേക്കും വിവരമറിഞ്ഞ ബന്ധുക്കളും വീട്ടുകാരുമെല്ലാം ആ മുറിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞിരുന്നു. അതേ നേരത്തു തന്നെയാണ് പോലീസ് ജീപ്പ് തെക്കേക്കളം തറവാടിൻ്റെ പൂമുഖത്ത് വന്നു നിന്നത്. സർക്കിൾ ഇൻസ്പെക്ടർ രാമരാജൻ കൃത്യസമയത്ത് എത്തിയിരിക്കുന്നു. മീനാക്ഷിയുടെ വാക്കുകൾ എത്രത്തോളം വിശ്വസിക്കാമെന്നതിനെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നപ്പോഴും ശങ്കരമാവനെ വിശ്വസിക്കുക തന്നെ വേണമെന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം അക്ഷരം പ്രതി പാലിച്ചിരിക്കുന്നു. ജീപ്പിൽ നിന്നിറങ്ങിയപ്പോൾ തന്നെ ആ തറവാട്ടിൽ നിറഞ്ഞു നിന്നിരുന്ന ആശങ്ക അദ്ദേഹം തിരിച്ചറിഞ്ഞു.
മുകളിൽ നിന്ന് ഗോവിന്ദമേനോൻ കയറി വരാൻ കൈകാട്ടുകയും ചെയ്തു. നിമിഷങ്ങൾക്കകം രാമരാജൻ അവിടെ എത്തി. ഒറ്റ നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ വ്യക്തമായി. കൂട്ടം കൂടി നിന്നിരുന്നവർ വഴിയൊഴിഞ്ഞു. രാമരാജൻ മുറിയിലേക്ക് കയറി. അദ്ദേഹവും കണ്ടു അസാധാരണമായ, അസംഭവ്യമായ ആ കാഴ്ച. ഞാൻ എൻ്റെ വാക്കു പാലിച്ചിരിക്കുന്നു മിസ്റ്റർ സർക്കിൾ. ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി. ഈ ചുമട് മുറിയിൽ നിന്നും ഇറക്കിത്തരണം. ഈ ശങ്കരനെ തിരിച്ചറിയാൻ കഴിയാതെ പോയിട്ടാ ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊരു ദുർബുദ്ധി തോന്നിയത്. സാരല്ല, വിധി പോലെയല്ലേ എല്ലാം വരൂ. ഇവർക്കെന്നും അകത്ത് കിടക്കാൻ മാത്രമാണ് യോഗം. അതങ്ങനെയേ വരൂ. രാമരാജൻ അപ്പോൾ തന്നെ സ്റ്റേഷനിൽ വിളിച്ച് കൂടുതൽ പോലീസ് കോൺസ്റ്റബിൾമാരെ വരുത്തി. കട്ടിലിൽ കൂട്ടിക്കെട്ടിയിരുന്ന 2 കൊലയാളികളെയും തൂക്കിയെടുത്ത് ജീപ്പിലേക്ക് എറിഞ്ഞു. അതവർ തന്നെയായിരുന്നു, അർഷാദും മുരുകനും. വളരെ തന്ത്രപരമായി നീങ്ങിയാണ് അവർ പാചകക്കാരുടെ കൂടെ കൂടിയത്. തരുന്ന പ്രതിഫലം കൊണ്ട് തൃപ്തിപ്പെട്ടോളാമെന്ന് വാക്കു പറഞ്ഞപ്പോൾ പാചകം കോൺട്രാക്റ്റ് എടുത്തയാൾക്ക് അത് നിഷേധിക്കാൻ കഴിയാതെ പോയതാണ്. ആ നാട്ടുകാരനല്ലാത്ത പാചകക്കാരന് അർഷാദിനെയും മുരുകനെയും മനസ്സിലാക്കാൻ കഴിഞ്ഞുമില്ല. കുറഞ്ഞ കൂലിക്ക് ഉറക്കമിളച്ച് പണിയെടുക്കാൻ ആളെ കിട്ടിയപ്പോൾ അയാൾ തന്റെ ലാഭത്തെക്കുറിച്ച് മാത്രമേ ഓർത്തുള്ളൂ. എല്ലാം കരുതലോടെ പ്ലാൻ ചെയ്തു തന്നെയാണ് അവർ നീങ്ങിയത്. നിർദ്ദിഷ്ട സമയത്ത് ഒരു അസാധാരണ പവർ കട്ട് ഉണ്ടാക്കാൻ ട്രാൻസ്ഫോമറിലെ ഫ്യൂസ് ഊരാൻ പോലും ആളെ ഏർപ്പെടുത്തിയിരുന്നു. അർഷാദും മുരുകനും ജീപ്പിൽ കിടന്ന് ഞരങ്ങി. ഒരഭിലാഷം പാളിപ്പോയതിൻ്റെ നിരാശ കുറച്ചൊന്നും ആയിരുന്നില്ല ഇരുവർക്കും. ആദ്യം തങ്ങളെ പിടിക്കാൻ കാരണക്കാരിയായത് അവൾ ഒരുത്തിയായിരുന്നു. ഇപ്പോൾ അവളുടെ കൈകൊണ്ട് തന്നെ തങ്ങളുടെ അവസാനവുമായിരിക്കുന്നു. എങ്ങനെയത് സംഭവിച്ചുവെന്ന് അവർക്ക് തിട്ടമില്ല. മുന്നിലെ പ്രതിബന്ധങ്ങൾ ഓരോന്നായി തരണം ചെയ്ത് മീനാക്ഷിയുടെ കിടക്കറ വരെ എത്താൻ കഴിഞ്ഞതാണ്. ഇരുവരും ഒരുമിച്ച് അവളെ കടന്നുപിടിക്കുകയും ചെയ്തതാണ്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ പകച്ചുപോയത്. സ്പർശിച്ചത് ഒരു പെൺകുട്ടിയെ ആയിരുന്നില്ലെന്നായിരുന്നു ആദ്യ തോന്നൽ. മെയ്വഴക്കമുള്ള ഒരു അഭ്യാസിയുടെ കരവലയത്തിൽപ്പെട്ട അനുഭവമായിരുന്നു പിന്നെ. അസാധാരണമായ ശരീരബലമുള്ള ഒരാൾക്ക് മാത്രമേ 2 പേരെ ഒരുമിച്ച് തറപറ്റിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. വായുവിൽ ഉയരുന്നതെറിഞ്ഞു. തെറിച്ചു നിലത്ത് വീണ അനുഭവമുണ്ടായി. കാലിൽ പിടിച്ച് കട്ടിലേക്ക് അലക്കിയതുപോലെയായിരുന്നു. പ്രതിരോധിക്കാൻ ഒരു ചെറുവിരൽ അനക്കാനായില്ല. മുരുകൻ വല്ലാതെ പകച്ചു പോയിരുന്നു. ഒളിപ്പിച്ചു വെച്ച ആയുധത്തിലൊന്ന് സ്പർശിക്കാൻ പോലും കഴിഞ്ഞില്ല. എന്തിന്, എതിരാളിയെ ഒന്ന് അടിക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ. തങ്ങളുടെ ലക്ഷ്യം തെറ്റി, മാർഗവും പിശകി. മീനാക്ഷിയോടും ഗോവിന്ദമേനോനോടും നന്ദി പറഞ്ഞ് രാമരാജൻ പ്രതികളെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് തിരിച്ചു. തെക്കേക്കളം തറവാട്ടിൽ ജയലക്ഷ്മിയുടെ വിവാഹദിനം പുലരാൻ തുടങ്ങുകയായി. ഇത്തവണ ഗോവിന്ദമേനോന് നല്ല കരുതലുണ്ടായിരുന്നു. വ്യക്തമായ ഓർമ്മയും തീരുമാനവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജയലക്ഷ്മിയെ കൊണ്ട് ആദ്യം ദക്ഷിണ നൽകിച്ചതും വിളക്ക് കൊളുത്തിച്ചതും ശങ്കരമ്മാവൻ്റെ കുഴിമാടത്തിലാണ്. ജയലക്ഷ്മിക്കൊപ്പം സദാ മീനാക്ഷിയും ഉണ്ടായിരുന്നു. അവളുടെ ആ ഉത്സാഹവും ആഹ്ലാദവും അനുഭവിക്കുമ്പോൾ ഓരോരുത്തരുടെയും മനസ്സിൽ അകാരണമായൊരു ഭയവും ഉണ്ടായി. ഇതുപോലെ തന്നെയായിരുന്നു അന്നും. പക്ഷെ സംഭവിച്ചതോ? ഇത്തവണ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചു. കാരണം ആദ്യമേ തന്നെ മീനാക്ഷി പച്ചക്കൊടി കാണിച്ചിട്ടുണ്ടല്ലോ. നേരം പുലർന്നപ്പോഴേക്കും തെക്കേക്കളം തറവാട്ടിൽ ജനപ്രവാഹങ്ങളുടെ തിരക്കായി. തറവാട്ടു വളപ്പിലും വഴികളിലും നിറയെ വാഹനങ്ങൾ നിരനിരയായി കിടക്കുന്നു. ചെറുക്കൻ കൂട്ടരും കൂടി എത്തിയതോടെ ഉത്സവ തിരക്കു തന്നെ. കല്യാണക്കൂട്ടിലിൽ നാദസ്വരമേളം. ജയലക്ഷ്മിയെ മുല്ലപ്പന്തലിലേക്ക് ആനയിക്കും വരെ മീനാക്ഷി അവൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് അവൾ പിന്നിലേക്ക് മാറി. കൂട്ടുകാരികളുടെ കൂടെ തന്നെ കാണണമെന്ന് ഗോവിന്ദമേനോനും മറ്റും ചട്ടം കെട്ടിയിരുന്നത് അക്ഷരം പ്രതി മീനാക്ഷി അനുസരിച്ചു. എന്നിട്ടും എങ്ങനെയാണത് സംഭവിച്ചതെന്നറിയില്ല. എല്ലാവരുടെയും മുഴുവൻ ശ്രദ്ധയും താലികെട്ടിൻ്റെയും പുടവ കൊടുക്കലിൻ്റെയും രംഗത്തേക്ക് തിരിഞ്ഞൊരു നിമിഷം മീനാക്ഷി ആരോ പിന്നിലേക്ക് വലിച്ചു. മീനാക്ഷിയല്ലാതെ ആരും അതറിഞ്ഞില്ല. ചടങ്ങുകൾ ഒതുങ്ങി ആരോ അവളെ തിരക്കിയപ്പോഴാണ് ആ നടക്കുന്ന സത്യം അറിയുന്നത്. മീനാക്ഷിയെ കാണാനില്ല. തെക്കേക്കളം തറവാട്ടിൽ
മീനാക്ഷി മാത്രമില്ല. സർവവും നിശ്ചലമായ നിമിഷങ്ങൾ. പ്രജ്ഞയിൽ പ്രകാശത്തിൻ്റെ ഇത്തിരിവട്ടം തെളിയുമ്പോൾ മീനാക്ഷിയുടെ ചെവികളിൽ ആദ്യമെത്തിയത് ഒരു ഇരമ്പലാണ്. പതിയെ പതിയെ അവൾ ആ ഇരമ്പലിൻ്റെ പൊരുൾ വേർതിരിച്ചറിഞ്ഞു. ഒരു കാറിൻ്റെ യന്ത്രം പ്രവർത്തിക്കുന്ന ശബ്ദമാണ്. കാർ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനപ്പുറമൊന്നും പിടികിട്ടുന്നില്ല. മനഃപൂർവ്വം കണ്ണുകൾ തുറക്കാതിരിക്കാൻ അവൾ ആഗ്രഹിച്ചു. അതൊരു വിപതി ധൈര്യമായിരുന്നു. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയാൻ അവളുടെ മനസ്സ് ഇപ്പോഴും പ്രാപ്തമായിരുന്നില്ല. നാദസ്വരമേളം ചെവികളിൽ മുഴങ്ങുന്നുണ്ട്. ആരവങ്ങൾ അലയടിക്കുന്നുണ്ട്. വായ്ക്കുരവകളും കടന്നു വരുന്നുണ്ട്. ചേച്ചിയുടെ കല്യാണ മണ്ഡപം മനസ്സിൽ നിറയുന്നുണ്ട്. പക്ഷേ താൻ ഇപ്പോൾ എവിടെയാണ്? അതുമാത്രമാണ് അവൾക്ക് അറിഞ്ഞുകൂടാത്തത്. തനിക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇപ്പോൾ സംഭവിക്കുന്നത്? വേണമെങ്കിൽ കാറൊന്ന് നിർത്തിക്കോടാ. ദേ, ആ കാണുന്ന ചെറിയ വെള്ളച്ചാട്ടത്തിനടുത്ത് തന്നെ ആയിക്കോട്ടെ. അതുകൊണ്ട് നമുക്ക് 2 ഗുണം. ഈർപ്പമടിച്ച് വണ്ടിയുടെ എഞ്ചിനൊന്ന് തണുക്കും. വെള്ളത്തിന് നമ്മൾ മറ്റെങ്ങും പോവുകയും വേണ്ട. അവൾ ഉണരാൻ ഇനിയും സമയമെടുക്കുമെടോ. 1.5 മണിക്കൂർ കൂടി കഴിയാതെ അവൾ ഉണരില്ല. ഇനം ഇന്നതാണെന്നറിയാവുന്നത് കൊണ്ട് ഡോസ് ഇത്തിരി കൂട്ടിയിരുന്നു ഞാൻ. താൻ ആ കുപ്പിയും കൊണ്ട് ഇറങ്ങി വാ. സെബാസ്റ്റ്യൻ, ഗ്ലാസും എടുത്തോ. ഇതങ്ങ് തീർത്തിട്ട് പോയാൽ ഇനി അഥവാ അതിർത്തിയിൽ പരിശോധനയുണ്ടെങ്കിൽ കുപ്പി ആരും പിടിക്കത്തുമില്ലല്ലോ. നമ്മൾ ലക്ഷ്യത്തിലെത്തും വരെ ഉറങ്ങാനുള്ളത് അവളുടെ ശരീരത്തിലുണ്ട്. ഇടയ്ക്കെങ്ങാനും ഉണർന്നാൽ ഒരു ധൈര്യത്തിന് ആ കുപ്പി കൂടി തീർക്കുന്നത് നമുക്കും നല്ലതാണ്. ആരുടെയോ ഒരു പരുക്കൻ ശബ്ദം മീനാക്ഷി വ്യക്തമായി കേട്ടു. അപ്പോഴും പക്ഷേ അക്ഷോഭ്യയായിരിക്കാൻ അവൾക്ക് കഴിഞ്ഞു. ഇതൊരു കാറാണ്. കാറിൽ തന്നെ കൂടാതെ 4-5 പേരെങ്കിലുമുണ്ട്. അവർ ചെറുപ്പക്കാരായിരിക്കുമെന്നും ശബ്ദം കൊണ്ട് അവൾ തിരിച്ചറിഞ്ഞു. ചില്ല് ഉയർത്തിയിരുന്നിട്ടും തണുത്ത കാറ്റ് കാറിനുള്ളിലേക്ക് അരിച്ചു കയറി വരുന്നുണ്ട്. ഹൈറേഞ്ച് പ്രദേശത്ത് എവിടെയോ ആണ്. സ്ഥലം കണ്ടാലും തിരിച്ചറിയാൻ കഴിയില്ല. കാരണം ഈ പ്രദേശങ്ങളിലൊന്നും ഒരിക്കലും സഞ്ചരിച്ചിട്ടില്ല. അവരുടെ കണക്കുകൂട്ടലിൽ താനുണരാൻ ഇനിയും 1.5 മണിക്കൂർ കൂടിയുണ്ട്. അതുവരെ ഉണർന്നിരിക്കുന്നുവെന്ന് യാതൊരു കാരണവശാലും അവരെ ബോധ്യപ്പെടുത്തരുത്. തൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായിക്കൂടാ. കാറിൻ്റെ ഡോർ തുറക്കുന്നതറിഞ്ഞു. തൊട്ടടുത്തു നിന്ന് ആരൊക്കെയോ പുറത്തിറങ്ങുന്നതും അറിഞ്ഞു. അംബാസിഡർ കാറായിരിക്കുമെന്നും മീനാക്ഷി ഊഹിച്ചു. വീട്ടിലുള്ള കാറിൻ്റെ ശബ്ദവും ഇതുപോലെയാണ്. ഡോറുകൾ അടഞ്ഞ ശബ്ദം കൂടിയായപ്പോൾ അവൾക്കത് തീർച്ചയായി. ആരായിരിക്കും ഇവർ? തന്നെ ഇവർ എവിടേക്ക് കൊണ്ടുപോവുകയായിരിക്കും? താൻ എങ്ങനെയാണ് ഈ വാഹനത്തിൽ വന്നുപെട്ടത്? ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല. പരിചയമുള്ള ശബ്ദമല്ല കേട്ടതെന്നും താൻ അറിയുന്നവരായിരിക്കില്ല ഇവരെന്നും തീർച്ച. ഡോറുകൾ അടഞ്ഞതോടെ പുറത്തെ ശബ്ദങ്ങൾ കേൾക്കാതായി. ചെറുപ്പക്കാർ അകന്നു കഴിഞ്ഞതായി മീനാക്ഷി അറിഞ്ഞു. ഏതോ മലമുകളിൽ നിന്ന് ചെറിയൊരു അരുവി പാറകളിൽ തട്ടി ഒഴുകി വീഴുന്ന ശബ്ദം നേർത്ത തോതിൽ തിരിച്ചറിയുന്നുണ്ട്. അവൾ കുറച്ചുനേരം കൂടി ശ്വാസം അടക്കിപ്പിടിച്ച് സീറ്റിൽ തന്നെ കിടന്നു. പിന്നെ മെല്ലെ കണ്ണുകളൊന്ന് തുറന്നു നോക്കി. ഏതോ ഒരു റോഡിൻ്റെ നല്ല വളവുള്ള ഭാഗമായിരുന്നു അത്. വളവിൻ്റെ ഇടതുവശം വൻമലകളാണ്. വലതുഭാഗം അഗാധ ഗർത്തം. കാറിൽ നിന്നിറങ്ങിയാലും അവരുടെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാൻ തനിക്ക് കഴിയില്ലെന്ന് അവൾക്ക് ഉറപ്പായി. മുന്നോട്ടോ പിന്നോട്ടോ ഓടിയാലും അവർക്കു തന്നെ കാണാൻ കഴിയും. വലതുവശത്തെ കൊക്കയിലേക്ക് ഇറങ്ങാനും പറ്റില്ല. ചാടി രക്ഷപ്പെടാമെന്ന് വെച്ചാൽ അതോടെ എല്ലാം തീരും. ചാരിക്കിടന്ന മീനാക്ഷി തലതിരിച്ച് പുറത്തേക്കൊന്ന് നോക്കി. ശരീരം തെല്ലും അനക്കാതെ. കാറിൽ നിന്നിറങ്ങിയ ചെറുപ്പക്കാർ വെള്ളച്ചാട്ടത്തിനരികിൽ ഒരു പാറപ്പുറത്തിരുന്നു. അവരുടെ മുന്നിൽ ഗ്ലാസുകൾ, വിദേശ മദ്യത്തിൻ്റെ ഒരു കുപ്പിയും. ഒരുത്തൻ പാറയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളച്ചാട്ടത്തിൽ നിന്ന് മഗ്ഗിൽ വെള്ളം പിടിക്കുന്നു. അവർ 5 പേരുണ്ട്. ആരെയും കണ്ട് പരിചയമില്ല. മീനാക്ഷിക്ക് വല്ലാതെ ഭയം തോന്നി. ലക്ഷണം കണ്ടിട്ട് നല്ല ആളുകളാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ ആകാൻ ഇടയില്ലല്ലോ. നല്ലവർക്ക് ചേർന്ന പ്രവൃത്തിയല്ലല്ലോ അവർ ചെയ്തിരിക്കുന്നത്. അവളുടെ ഹൃദയം പടഹമിടിച്ചു.
ഇവരിൽ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവൂ. പക്ഷെ എങ്ങനെ? ഇപ്പോഴാണെങ്കിൽ നല്ല അവസരമായിരുന്നു. കാറിനു നേരെ ആരും ശ്രദ്ധിക്കുന്നില്ല. താൻ ഉണരില്ല എന്നുള്ള ഉത്തമ വിശ്വാസത്തിൽ അവർ ആഘോഷിക്കുകയാണ്. പക്ഷെ എങ്ങോട്ട് രക്ഷപ്പെടും? ലക്ഷണം കണ്ടിട്ട് ഏതോ കാട്ടുപാതയാണെന്ന് തോന്നുന്നു. അടുത്തെങ്ങും മനുഷ്യവാസമുള്ള ലക്ഷണമില്ല. ഇറങ്ങി ഓടാമെന്ന് കരുതിയാൽ തന്നെ അതെത്ര ദൂരം വരെ? 5 പേരെ വെട്ടിച്ച് ഓടി രക്ഷപ്പെടുക അസാധ്യം തന്നെ. അവശേഷിക്കുന്ന ഏക മാർഗം തൽക്കാലം അവരെ അനുസരിക്കുക എന്നത് മാത്രമാണ്. മീനാക്ഷി കൈത്തണ്ടി ഉയർത്തി വാച്ചിൽ നോക്കി. സമയം 12-നോടടുക്കുന്നു. 9:30-ക്കായിരുന്നു കല്യാണ മുഹൂർത്തം. അപ്പോൾ താൻ അവിടെ നിന്ന് പോന്നിട്ട് 2 മണിക്കൂറോളമായി. ഇതിനോടകം മുത്തച്ഛനും അച്ഛനുമൊക്കെ തന്നെ കാണാഞ്ഞ് പരക്കം പായുവാൻ തുടങ്ങിയിട്ടുണ്ടാവും. എങ്ങനെയും എത്രയും വേഗം അവർ പിന്നാലെ എത്തിക്കൊള്ളുമെന്നൊരാത്മവിശ്വാസം മീനാക്ഷിക്കുണ്ടായി. ആരും അറിയാതെ ഇവരെങ്ങനെ തന്നെ ആ കല്യാണപ്പന്തലിനരികിൽ നിന്ന് കൊണ്ടുപോന്നു? താൻ മുല്ലപ്പന്തലിനരികിൽ തന്നെ നിൽക്കുകയായിരുന്നെന്ന് നല്ലോണം ഓർക്കുന്നു. പിന്നീട് എപ്പോഴോ മൂക്കിലൊരു തണുപ്പ് അനുഭവപ്പെട്ടു. വല്ലാത്തൊരു ഗന്ധവും ഒരു മാത്രം അനുഭവിച്ചത് ഓർമ്മയുണ്ട്. പിന്നെ ഒന്നും അറിയില്ല. ഇപ്പോൾ വരെ സംഭവിച്ചതൊന്നും. ബോധം വീണതറിയിക്കാതെ അവർ വിശ്വസിക്കുന്ന ആ 1.5 മണിക്കൂർ കൂടി അബോധാവസ്ഥയിൽ എന്ന പോലെ തന്നെ കഴിയുക. അതിനിടെ അവരാരെന്നും അവരുടെ ഉദ്ദേശം എന്താണെന്നും മനസ്സിലാക്കാൻ കഴിയും. അഥവാ താൻ സുബോധവതിയാണെന്നെങ്ങാനും അവരെ അറിഞ്ഞാൽ അത് കൂടുതൽ അപകടമായേക്കും. വീണ്ടും എന്തെങ്കിലും മരുന്ന് മണപ്പിച്ചോ കുത്തിവെച്ചോ തന്നെ മയക്കിയെന്ന് വരും. ഇവിടെ ശക്തി പ്രകടിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. ബുദ്ധിയാണ് പ്രധാനം. ആ ബുദ്ധി യുക്തിപൂർവമായിരിക്കുകയും വേണം. ഒരു കുപ്പി കല്ലിൽ തട്ടി ചിതറുന്ന ശബ്ദം മീനാക്ഷി ശ്രദ്ധിച്ചു. ചെറുപ്പക്കാർ ഒഴിഞ്ഞ കുപ്പി പാറയിലെറിഞ്ഞ് തകർത്തതാണ്. ആഘോഷം കഴിഞ്ഞ് അവർ കാറിനരികിലേക്ക് മടങ്ങാൻ തുടങ്ങുകയാണ്. തെക്കേക്കളം തറവാട്ടിൽ മരണവീടിന്റെ പ്രതീതിയായിരുന്നു അപ്പോൾ. ഏറ്റവും ആഹ്ലാദിക്കേണ്ട മുഹൂർത്തത്തിൽ ഏറെ ദുഃഖിക്കാനായിരുന്നു ഇത്തവണയും ജയലക്ഷ്മിയുടെ വിധി. മീനാക്ഷിയെ കാണാനില്ലെന്ന വാർത്ത പരന്നതോടെ സർവരും പരക്കം പാച്ചിൽ ആരംഭിച്ചിരുന്നു. കല്യാണത്തിൽ പങ്കെടുക്കാനെത്തിയ സർക്കിൾ ഇൻസ്പെക്ടർ രാമരാജൻ അപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് കുതിച്ചു. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലേക്കെല്ലാം സന്ദേശം പാഞ്ഞു. ഏതോ ഒരു വാഹനത്തിലാണ് മീനാക്ഷിയെ കൊണ്ടുപോയിരിക്കുന്നതെന്ന് തീർച്ചയായിരുന്നു. മുഹൂർത്ത നേരത്ത് നിരനിരയായി കിടന്നിരുന്ന കാറുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വെളുത്ത അംബാസിഡർ കാർ അസാമാന്യ വേഗതയിൽ റിവേഴ്സ് എടുത്ത് തിരിച്ചു പാഞ്ഞത് ആരോ ശ്രദ്ധിച്ചിരുന്നു. ചില്ലുകളിൽ അപ്പാടെ സൺഗ്ലാസ് ഒട്ടിച്ചിരുന്നതുകൊണ്ട് കാറിനുള്ളിൽ ആരാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. തറവാടിന്റെ പടിക്കൽ കിടന്ന കാറുകളിൽ ഒന്നാണത്. ആരുടേതാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഗോവിന്ദമേനോൻ നെഞ്ചും തിരുമ്മി ഉമ്മറ തുലാത്തി. ആ മനസ്സിലിപ്പോൾ ഒരു മഹാസാഗരം ഇരമ്പുകയായിരുന്നു. മീനാക്ഷിയെ കാണാതായിരിക്കുന്നു. കരുതലോടെ അവളെ ശ്രദ്ധിക്കാൻ ഏർപ്പാട് ചെയ്തിരുന്നിട്ടും അത് സംഭവിച്ചിരിക്കുന്നു. കൃത്യം ജയലക്ഷ്മിയുടെ താലികെട്ട് മുഹൂർത്തത്തിൽ തന്നെ. നിനച്ചിരിക്കാതെ സംഭവിച്ച ആ സംഭവം സകലർക്കും സങ്കടകരമായി. ആരെ കുറ്റപ്പെടുത്താനാണ്? കൃഷ്ണനുണ്ണി മേനോൻ കാലുവെന്ത നായയെപ്പോലെ പരക്കം പാഞ്ഞു. ഒട്ടും ഭയപ്പെടേണ്ട സർ. ഏറിയാൽ 4 മണിക്കൂർ. അതിനുള്ളിൽ മീനാക്ഷിയെ ഞാൻ ഇവിടെ എത്തിക്കും, രാമരാജൻ പറഞ്ഞു. ഗോവിന്ദമേനോന് അങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടാണ് രാമരാജൻ ജീപ്പിൽ കയറിയത്. തറവാട്ടിൽ നിന്ന് ആരും പിരിഞ്ഞില്ല. കല്യാണ സദ്യയ്ക്ക് ഇലയിട്ടതുമില്ല. എന്തു വന്നാലും ഏറെ വൈകിയാലും മീനാക്ഷി തറവാട്ടിലെത്തിയാലേ സദ്യ ഉണ്ണൂ എന്ന് അതിഥികൾ ഒന്നടങ്കം തീരുമാനിച്ചു. കേരളത്തിലെ റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് വാഹന പരിശോധന ആരംഭിച്ചിരുന്നു പോലീസ്. അപ്പോഴാണ് ധൃതി പിടിച്ച് തറവാട്ടു മുന്നിലെത്തിയ ഒരു കാറിൽ നിന്ന് ദിവാകര പണിക്കർ ഇറങ്ങി വന്നത്. ആരെയും ശ്രദ്ധിക്കാതെ ഉമ്മറത്തേക്ക് കയറി ചെന്ന പണിക്കർ ഗോവിന്ദമേനോന്റെ തോളിൽ സ്പർശിച്ചപ്പോഴേ അദ്ദേഹം ആഗതനെ ശ്രദ്ധിച്ചുള്ളൂ. ആ നിമിഷം എന്തെന്നില്ലാത്തൊരാഹ്ലാദം തോന്നി ഗോവിന്ദമേനോന്. അതിഥിയെ കരവലയത്തിലൊതുക്കിയ മേനോൻ എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും അതൊരു വിങ്ങിപ്പൊട്ടലായി പരിണമിച്ചതേയുള്ളൂ. താൻ സമാധാനിക്കടോ. ഇവിടെ സംഭവിച്ചതെല്ലാം ഞാൻ അറിഞ്ഞു. മീനാക്ഷിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു കിട്ടും. അതെന്റെ വാക്കാ. പോരെ?
അപ്പോൾ അകലെ മീനാക്ഷിയെ കൊണ്ടുപോയ കാർ വെള്ളച്ചാട്ടത്തിനരികിൽ നിന്ന് യാത്ര തുടരുകയായിരുന്നു.